ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനകത്തു നിന്നും ഓരോ താരങ്ങളായിക്കൊണ്ട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇതിനോടകം തന്നെ 4 താരങ്ങൾ ക്ലബ്ബ് വിട്ടിരുന്നു. ഡാനിഷ് ഫറൂഖ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി. അതിന് പിന്നാലെ ഫ്രാഞ്ചു FC ഗോവയിലേക്ക് പോയി. അതിനുശേഷമാണ് സഹീഫിനെ ചെന്നൈയിൻ FC സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ നിഹാൽ സുധീഷിനെ ഒഡീഷ FC സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനു പുറമെ 5ാമത്തെ താരം കൂടി ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കെവിൻ യോക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായിരുന്ന കെവിൻ യോക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ്. അദ്ദേഹം തന്നെയാണ് ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ യോക്ക് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. താൻ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറയുകയാണ് എന്നാണ് കെവിൻ യോക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളത് വ്യക്തമല്ല. യോക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 4 മാസം ഞാൻ ഇവിടെ ചിലവഴിച്ചു. എനിക്കിപ്പോൾ ഗുഡ് ബൈ പറയേണ്ട സമയം എത്തിയിരിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹതാരങ്ങൾ, പരിശീലകർ, സ്റ്റാഫ് അംഗങ്ങൾ, ക്ലബിലെ മറ്റ് ജീവനക്കാർ, ആരാധകർ എന്നിവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞ സമയത്തിന് ഞാൻ എല്ലാ കാലവും നന്ദിയുള്ളവനായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് ഞാൻ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇതാണ് കെവിൻ യോക്ക് എഴുതിയിട്ടുള്ളത്. ഓരോരുത്തരായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ്. ഇത്തവണത്തെ ISLൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരെയും പുതിയതായിക്കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടില്ല. നിലവിലെ താരങ്ങളെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുന്നില്ല. ഓരോരുത്തരായിക്കൊണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറയുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.